ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇന്ന് 4 മണിക്ക് കഥ കേൾക്കാനും ഓടി വരുമ്പോൾ നീലാംബരി ഉണ്ടായിരിക്കില്ല, പകരം പുതിയൊരു കഥയായിരിക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുക. എല്ലാ ദിവസവും 4 മണിക്ക് നമുക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയായിരുന്നു നീലാംബരിയും നീലാംബരിയിലെ കഥാപാത്രങ്ങളും. അപ്പോൾ നീലാംബരി അവസാനിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ പുതിയ കഥ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, 10 മണി ചാനലിലെ മലയാളം സ്റ്റോറീസിൽ കലിപ്പൻ പോലീസിൻ്റെ മാലാഖപ്പെണ്ണ് എന്ന മനോഹരമായിട്ടുള്ള കഥ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ദക്ഷ എഴുതുന്ന നാഥേന്ദ്രിയം എന്ന മനോഹരമായ കഥയാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ഒരു 3-4 മാസത്തോളം നീണ്ടു നിന്ന നീലാംബരി എന്ന മഹായജ്ഞത്തിന് തിരശീല വീണിട്ട് നമ്മൾ തുടങ്ങുന്നൊരു കഥയാണ്. അപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷനോടെ ആയിരിക്കും നമ്മൾ ഈ കഥയെ സമീപിക്കുന്നത്. നീലാംബരി പോലെ തന്നെയുള്ളൊരു കഥയാണ്. ഒരുപാട് മനോഹരമായ ട്വിസ്റ്റുകളുള്ള, ഹൃദയത്തെ തൊടുന്ന, ആ കാവുകളും ഇല്ലവും മന്ത്രവും പൂജയൊക്കെയുള്ള മനോഹരമായിട്ടുള്ള കഥയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ദക്ഷ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 1-2 പാർട്ട് കേട്ടിട്ട് നിങ്ങൾ ഇതെന്താണെന്ന് വിചാരിക്കരുത്. പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നീലാംബരി പോലെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ കഥ ആരംഭിക്കുകയാണ്. നാഥേന്ദ്രിയം. താങ്ക്സ് എ ലോട്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പെണ്ണ് എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ദക്ഷ എഴുതുന്ന നാഥേന്ദ്രിയം എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ്. മനോഹരമായ കഥയാണ്. തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക. ഇരുൾപ്പാകിയ കാനന പാതയിലൂടെ നീളം കയ്യിലെ തൂക്കിവിളക്കിന്റെ പ്രകാശം തെളിക്കുന്ന വഴിയിലൂടെ അയാളുടെ നഗ്നപാദങ്ങൾ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ചുറ്റും കുമിഞ്ഞുകൂടി ആ കടുപ്പമേറിയ അന്ധകാരത്തെ വിഴുങ്ങാൻ മാത്രം ശക്തിയൊന്നും അതിനുണ്ടായിരുന്നില്ല. സമയം ഭദ്രകാളി യാമത്തിൽ നിന്നും സരസ്വതി യാമത്തിലേക്ക് ചുവടുവെച്ചിരിക്കുന്നു. ചുറ്റിനും ഉയർന്നു കേൾക്കുന്ന ചീവീടുകളുടെ സംഘഗാനവും കൂമന്റെ മുകളിലും കാലൻ കോഴിയുടെ കരച്ചിലുമെല്ലാം ആ ഇരുൾ മൂടിയ വനാന്തരങ്ങളിലുടനീളം തട്ടിത്തടഞ്ഞ് പ്രതിധ്വനി തീർത്തുകൊണ്ടിരിക്കുമ്പോഴും ഇവക്കൊന്നും എന്നിലെ സേവകന്റെ കർത്തവ്യബോധത്തെ തടുത്തു നിർത്താൻ മാത്രം ശക്തിയില്ലെന്ന പോൽ അയാളുടെ ചുണ്ടുകൾക്കിടയിൽ നിന്നും നവദുർഗ സ്തോത്രം പുറത്തേക്ക് തെറിച്ചുകൊണ്ടേയിരുന്നു. ഓം മഹാഗൗരിയേ നമഃ. സംവൃത്ത സംയമാം സ്മിത ഭാവദൃശ്യാം ശുദ്ധാം സുരക്തവരഭക്തനുതി പ്രഗാമാം സിദ്ധാദിദേവ വരയോനി പിരർച്ചിതാം താം വന്ദേ സുരോദ്ഭവകരാം സമസിദ്ധിദാത്രീ. ഓം സിദ്ധാത്രേ നമഃ. നടന്നു നീങ്ങുന്ന വഴികൾക്ക് ഇരുവശവും മാനമുട്ടി ഉയർന്നു നിൽക്കുന്ന വൃക്ഷങ്ങൾ. കാറ്റത്ത് അവയുടെ ശിഖരങ്ങൾ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ സർപ്പങ്ങൾ അനുസ്മരിപ്പിക്കും വിധം കെട്ടുപിണഞ്ഞെടുക്കുന്ന കാട്ടുവഴികൾ ആ ഭീമാകാരമാർന്ന വൃക്ഷാദികളിൽ അലങ്കാരം തീർക്കുന്നുണ്ട്. അവയ്ക്കെല്ലാം പുറമെ നിലം പിളർത്തുകൊണ്ട് ഇഴഞ്ഞു നീങ്ങുന്ന വേരുകൾ അയാളുടെ മുന്നോട്ടുള്ള ചുവടുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ ശോഭയിൽ ആ വനാന്തരത്തിന് നടുവിൽ അങ്ങകലെയായി കാണുന്ന ശ്രീകോവിൽ സ്വർണ്ണ വെളിച്ചം തൂവിക്കൊണ്ട് കൂടുതൽ തിളക്കത്തോടെ കാണപ്പെട്ടു തുടങ്ങിയതും അയാളുടെ ചുണ്ടുകളിൽ നിന്ന് അല്പം ഉച്ചത്തിൽ തന്നെ മന്ത്രങ്ങൾ ഓരോന്നും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ശ്രീകോവിലിനടുത്തേക്ക് അടുക്കുന്തോറും അയാളിലെ മന്ത്രോച്ചാരണവും മുറുകിക്കൊണ്ടിരുന്നു. കൊടുത്തിരുന്ന വൈഷ്ണവ വസ്ത്രത്തിന് പുറമെ അണിഞ്ഞിരുന്ന മേൽമുണ്ട് അയാൾ കയ്യിലേക്ക് എടുത്തു. ശേഷം ദേഹശുദ്ധി വരുത്തുവാനായി ക്ഷേത്രകുളം ലക്ഷ്യം വെച്ച് നടന്നു. കയ്യിലെ തൂക്കിവിളക്ക് പടവിലേക്ക് വച്ചതിന് ശേഷം കൗബീനം മാത്രം ധരിച്ചുകൊണ്ട് അയാൾ കുളത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. അപ്പോഴും ആ അധരങ്ങൾ മന്ത്രങ്ങൾ പൊഴിച്ചുകൊണ്ടേയിരുന്നു. ചുറ്റുമതിലുകളുടെ സുരക്ഷ ഏതുമില്ലാത്ത ആ കാനനഗാതത്തിന്റെ ജലനീലിക ഭാഗ്യ പടവുകൾ ഓരോന്നായി ഇറങ്ങി 4ാമത്തെ പടവിലേക്കായി കാലെടുത്തു വെച്ചതും ആ ജലാശയം അയാളുടെ ചുളിവുകൾ വീണു തുടങ്ങിയ കാൽപാദങ്ങളിൽ ചുംബനമർപ്പിച്ചു. അഗ്നിജ്വാലാരൗദ്രമുഖി കാലരാത്രി സ്പദസ്വിനി നാരായണി ഭദ്രകാളി വിഷ്ണുമായ ജലോദരി ശിവഭൂതകരളികാനന്ദ ഈശ്വരി കാത്യായനി ച സാവിത്രി പ്രത്യക്ഷ ബ്രഹ്മവാദിനി യായിടം പ്രപടയനിതം ദുർഗനാമ ശതഷഷ്ടകം നാസാദ്യം വിദ്യതേ ദേവി ത്രിഷു ലോകേഷു പാർവതി. ദുർഗാസ്ത്രോത്രങ്ങൾ ഓരോന്നായി ഉരുവിട്ടുകൊണ്ട് കൈകൾ കൂപ്പി അയാൾ 2 വട്ടം മുങ്ങി നിവർന്നു. 3ാമത്തെ വട്ടം മുങ്ങിയ വൃദ്ധൻ ഉയർന്നു പൊങ്ങിയില്ല. ആ ജലാശയത്തിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ വൃദ്ധ ശരീരം ആ വലിയ പുഷ്കരണിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചു ചേർക്കപ്പെട്ടു. സർവ്വതിനും സാക്ഷ്യം വഹിച്ച ശ്രീബാലാദുർഗയുടെ കണ്ണുകൾ ക്ഷണനേരം കൊണ്ട് രൗദ്രഭാവം സ്വീകരിച്ചു. ചുറ്റുമുള്ളവയെല്ലാം തന്റെ കോപാഗ്നിയിൽ വെണ്ണീറാക്കുവാൻ തക്ക ക്രൗര്യം ആ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒട്ടനവധി വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയ, ഒരുപാട് അഭ്യൂഹങ്ങൾ ഉയർന്നു കേട്ട, ഒരുപാട് ദുരൂഹതകൾ ഇന്നും ഒളിപ്പിച്ചു വെച്ച് സംരക്ഷിച്ചു പോരുന്ന, ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തിയതും കെടുത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു ദുർഗാദേവി ക്ഷേത്രത്തിനടുത്താണ് ചന്ദനക്കാവ്.
ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. കാരണം നമ്മളിൽ അധിക പേരും ഈ കാവിനെ പരിചയപ്പെട്ടത് മറ്റൊരു പേരിലൂടെ ആയിരിക്കും. തേതിക്കാവ്. ഒരു ഇരട്ടക്കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ച ഈ കാവിന് പിന്നീട് എപ്പോഴോ നാട്ടുകാർ ചാർത്തി കൊടുത്ത പേരാണ് തേതിക്കാവ് എന്നത്. അയാൾ കയ്യിലെ നീളം മൈക്കൊന്ന് മുറുക്കെ പിടിച്ചുകൊണ്ട് തന്റെ വട്ടക്കണ്ണട ഒന്നുകൂടെ മൂക്കിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനടുത്തുള്ള നാരായണമംഗലം എന്ന സ്ഥലത്താണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 70 ഏക്കറോളം പരന്നു കിടക്കുന്ന വരാന്തരത്തിന് നടുവിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു ദേവീ ക്ഷേത്രം. അതിന് കാവലാളായി ഒരു ദേവിയും. ചന്ദനക്കാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി കഥകളുണ്ട്. ഇവിടെ ഈ വനത്തിലെ ഓരോ മരങ്ങളെയും ദേവിയുടെ ദേവഗണങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആരാ അവിടെ ചോദിച്ചുകൊണ്ട് ഒരു വൃദ്ധൻ കോവിലിൽ നിന്നിറങ്ങി അവർക്കടുത്തേക്ക് വന്നു. ഒടുത്തിരുന്ന വൈഷ്ണവേഷത്തിൽ നിന്ന് അദ്ദേഹം അവിടുത്തെ പൂജാരിയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. എന്താ ഈ നട്ടുച്ച സമയത്ത് ക്ഷേത്ര പരിസരത്ത് കയ്യിൽ ഈ കുന്ത്രാണ്ടവും പിടിച്ച് നിൽക്കണേ? ഇതൊരു ദേവാലയ. ഇവിടെ ഈ വക പ്രഹസനങ്ങളൊന്നും പാടില്ല എന്ന് അറിയില്ല എന്നുണ്ടോ നിങ്ങൾക്ക്? അദ്ദേഹം കയ്യിലെ താക്കോൽ കൂട്ട് കൊടുത്തിരുന്ന വേഷ്ടിയുടെ മടിക്കുത്തിലേക്ക് വെച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നെടുത്തു. ധന്യ ക്ലോസപ്പിലെടുക്കും. നടന്നു വരുന്ന പൂജാരിയെ കണ്ണു കാണിച്ചുകൊണ്ട് ആ മൈക്കും പിടിച്ച് നിന്നാൾ കൂടെയുള്ള ക്യാമറാമാനോട് പറഞ്ഞു. ഹൈ, അതങ്ങോട്ട് മാറ്റി പിടിക്ക. അയാൾ തന്നെ ക്യാമറയിൽ പകർത്തുന്നതെന്ന് മനസ്സിലായതും നിറഞ്ഞു വന്ന ഈർഷ്യയോടെ അയാൾ പറഞ്ഞു. ആരാ? ചാനലുകാരാണോ? ആണേൽ അങ്ങോട്ട് മാറി നിന്നിട്ടാവാം ഫോട്ടോ പിടിക്കലും വർത്താനം പറയലൊക്കെ. ഈ മുറ്റത്ത് വെച്ച് ആ വക കോപ്രായങ്ങളൊന്നും വേണ്ട. അയാൾ അവരെ നോക്കി തീർത്ത് പറഞ്ഞുകൊണ്ട് മുഖം വെട്ടിച്ച് മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു. ഹൈ, ഓരോരോ കോലങ്ങളെ. അയാൾ ഇഷ്ടക്കേടോടെ മുറുമുറുത്തുകൊണ്ട് നടന്നു നീങ്ങി. വള. ആ റിപ്പോർട്ടർ ക്യാമറാമാനെ വിളിച്ചുകൊണ്ട് അയാൾക്ക് പുറകെ വെച്ച് പിടിച്ചു. തിരുമേനി ഒന്ന് നിൽക്കണം. അവൻ മയക്കും പിടിച്ച് അയാൾക്ക് മുന്നിലേക്ക് കൊണ്ട് അയാളുടെ വഴി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹൈ, എന്താ ഇത്? എന്റെ വഴി തടയാണ്ട് മാറിക്കങ്ങട്. അയാൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനോട് കടുപ്പിച്ച് പറഞ്ഞു. തിരുമേനി ക്ഷമിക്കണം, ഞങ്ങൾ ഒത്തിരി ദൂരന്നാണ് വരുന്നത്. ഇവിടെ ഈ കാവിനെ പറ്റി പത്രത്തിലൊരു ഫീച്ചർ തയ്യാറാക്കാൻ വേണ്ടി ചാനലിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ. തിരുമേനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് ഞങ്ങളോട് സഹകരിക്കണം. അവൻ തനിക്ക് മുന്നിൽ ഒട്ടും താല്പര്യമില്ലാതെ താൻ പറയുന്നത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ വൃദ്ധനെ നോക്കി പറഞ്ഞു. മനസ്സിലായില്ല. അയാൾ അവരോട് മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഈ കാവിനെ പറ്റി തിരുമേനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങളോടൊന്ന് പറയണം. ഹൈ, നടക്കില്ല. അയാൾ അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അർത്ഥം മുറിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറയരുത്. ഞങ്ങൾ ഒരുപാട് ദൂരം താണ്ടി ഇവിടെ വന്നതിന് ഒരു അർത്ഥമില്ലാതായിപ്പോ. ദയവ് ചെയ്ത് തിരുമേനിക്ക് അറിയാവുന്ന ഞങ്ങളോട് പറയണം. ചന്ദനക്കാവ് തേതിക്കാവായത് ഉൾപ്പെടെ. ഹൈ, ക്ഷേത്രമുറ്റത്ത് വെച്ച അമ്മത്തിരി കഥകൾ പറയാ. ഇത് അതിനുള്ള ഇടല്ല. ദേവീ കോപം ഉണ്ടാണ്ടാച്ചാൽ ഈ കുന്ത്രാണ്ടവും തൂക്കി കാവിന് വെളിയിലേക്ക് ഇറങ്ങാം. എന്നിട്ടാവാം ചോദ്യവും പറച്ചിലല്ല. എന്തേ? മതി. അവൻ അയാളെ നോക്കി ഉദ്ദേശകാരനാണെന്ന് സന്തോഷത്തോടെ പറഞ്ഞു. അയാൾ അല്പം വേഗത്തിൽ മുന്നിലേക്ക് നടന്നു. അയാൾക്ക് പുറകെയായി അവർ രണ്ടുപേരും. ആ വലിയ നാലുകെട്ടിന്റെ അകത്തളത്തിലെവിടെ നിന്നോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. നിശബ്ദത കൊണ്ട് ആവരണം തീർക്കപ്പെട്ട ആ കോവിലകത്തിൽ ആ പൊടിക്കുഞ്ഞിന്റെ തൊണ്ട കീറിയുള്ള കരച്ചിൽ മാത്രം കാതുകളിലേക്ക് തുളച്ച് കയറി. ഹോ, രാവിലെ തന്നെ തുടങ്ങിയ അശ്രീകരം. എവിടെയോ കിടന്നതിനൊക്കെ ഇങ്ങോട്ട് ആനയ്ക്കിട വല്ല കാര്യം ഉണ്ടായിരുന്നു അവന്. അടുക്കളയിൽ കയ്യിൽ കുഞ്ഞിന് പാല് നൽകുന്ന കുപ്പിയും പിടിച്ച് പുറത്തേക്ക് വന്നുകൊണ്ട് ആ സ്ത്രീ മുറുമുറുത്തു. അഹങ്കാരം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന നാലപ്പാട്ട് കോവിലത്തെ ഒരു പ്രധാന കണ്ണി. ഒടുത്തിരുന്ന നേരിതുമുണ്ട് അല്പം ഉയർത്തിക്കൊണ്ട് അവർ താഴെ നടുമുറ്റത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാണുന്ന അറയിലേക്ക് പ്രവേശിച്ചു. എന്താ നീലി ഇത്? ഇതിന് നോക്കാൻ പറ്റിയാച്ച വല്ലയിടത്ത് കൊണ്ടുപോയി കളയാൻ പറയാവനോട്, വെറുതെ മനുഷ്യനെ മുഷിപ്പിക്കാൻ. ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കയ്യിലെ പാൽക്കുപ്പി അല്പം ശക്തിയിൽ അവിടെ ഇട്ടിരുന്ന മേശപ്പുറത്തേക്ക് വെച്ചു. അത് സൃഷ്ടിച്ച ശബ്ദകോലാഹലത്തിൽ കുഞ്ഞിന്റെ ശബ്ദം അല്പം കൂടി ഉയർന്നു കേട്ടു. ഹോ, എന്തിനാ ഇതിങ്ങനെ തൊണ്ട കാർന്ന്? ആ ഒരു ഈർഷ്യയോടെ കുഞ്ഞിനെ മാറോട് ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവളെ നോക്കി ചോദിച്ചു. ആ, അറിയില്ല ഇല്ലത്തമ്മേ, വിശന്നിട്ടാവാനേ വഴിയുള്ളൂ. ആൾ തനിക്ക് മുന്നിലുള്ളവരെ തലയുയർത്തി നോക്കാതെ മറുപടി പറഞ്ഞു. എന്നാ ഇതെടുത്ത് അതിന്റെ വായിലേക്ക് എത്തിക്ക്. മനുഷ്യന് കുറച്ച് സമാധാനം വേണം ഇവിടെ. ആ ഒരാളെ നോക്കി പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി. ആൾ വേഗം മേശമേലിരുന്ന പാൽക്കുപ്പി എടുത്ത് കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഇത്ര നേരം എന്തിനു വേണ്ടിയാണ് തൊണ്ട കാറിയത്? അത് കിട്ടിയ സംതൃപ്തിയിൽ കുഞ്ഞത് ആർത്തിയോടെ നുണഞ്ഞു. അത് ശരി, ഇത്രയും നേരം കരഞ്ഞോണ്ടിരുന്ന ആളായിപ്പോ ഇത്. ഞാൻ വഴക്കി വിളിപ്പിച്ചപ്പോൾ സമാധാനമില്ലേ നിനക്ക്? ആൾ ചുണ്ട് പിളർത്തിക്കൊണ്ട് തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനോട് പരിഭവിച്ചു. കുഞ്ഞ് പാലുകൂടി മതിയാക്കി അവൾ പറയുന്നത് എന്താണെന്ന് ഉണ്ടക്കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ശ്രദ്ധയോടെ കിടന്നു. എന്താ ഇങ്ങനെ നോക്കണേ? ഞാൻ നോക്കണ്ട, ഞാൻ നിന്നോട് പിണങ്ങി. അവൾ തന്റെ കയ്യിൽ കിടന്ന് തന്നെ നോക്കി കണ്ണു വിടർത്തിക്കൊണ്ട് കിടക്കുന്ന കുഞ്ഞിനോടായി പറഞ്ഞു. കുഞ്ഞൊന്ന് മോണ കാട്ടി ചിരിച്ചുകൊണ്ട് കൈകാലുകൾ ഇളക്കിക്കൊണ്ട് വീണ്ടും അവൾ പിടിച്ചിരുന്ന കുപ്പിയിൽ രണ്ട് കൈ കൊണ്ടും പിടിച്ച് പാല് കുടിച്ചുകൊണ്ടിരുന്നു. എന്ത് പറഞ്ഞാലും ഈ മോണ കാട്ടികൾ ചിരിച്ചിന്റെ മയക്കണമെന്ന് എനിക്കൊരു പതിവായിട്ടുണ്ട് കേട്ടോ. അവൾ കുഞ്ഞിനോട് ചുണ്ടൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നീരി. ആ തലത്തിൽ നിന്നും കേട്ട ഇല്ലത്തമ്മയുടെ വിളിയാണ് അവളെ കുഞ്ഞിൽ നിന്നും ശ്രദ്ധയിരിപ്പിച്ച്. ഇനിയിപ്പോൾ അടുത്ത എന്താണാവോ? അവൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും പിടിച്ച് അവിടേക്ക് നടന്നു നീങ്ങി. നീ ഇത് ഏത് നേരവും മാറാപ്പ് പോലെ ഇതിനെയും തോളിലേന്തി നടക്കാതെ ഒന്ന് താഴെ ഇറക്കി വെക്ക് വേണേ.
വിളിച്ചപ്പോൾ കുഞ്ഞിനെ തൂക്കിക്കൊണ്ട് വന്നിരിക്കുന്നവൾ നോക്കിക്കൊണ്ട് സൗദാമിനി അവളോട് കയർത്തു. കുഞ്ഞ് കരയില്ല തമ്മേ. നീല അവരെ മുഖമുയർത്തി നോക്കാൻ മടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞു. കരയട്ടെ, കുറച്ചൊന്നല്ലേ ഇവളുടെ അമ്മ കാരണം ഞങ്ങൾ അനുഭവിച്ച നാണക്കേടും സങ്കടവും. ദൈവമായിട്ടാ ഇതിനെ മാത്രം ഇങ്ങനെ ബാക്കി വെച്ച്. അവള് ചെയ്തതിനൊക്കെ ഈ ഇരിക്കുന്ന അവളുടെ സന്താനം കണ്ണീര് കുടിക്കുന്നതായിരിക്കും ദൈവനിശ്ചയം. ആറ് ചുണ്ടുകൊട്ടിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു. ദൈവദോഷം പറയലില്ല തമ്മി. ധാത്രിയേച്ചി ചെയ്തതിന് ഈ കുഞ്ഞെന്ത് വയസ്സു? അവൾ തന്റെ കയ്യിലേക്കുന്ന കുഞ്ഞിനെ മാറോട് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ മിഴികൾ മാത്രം ഒന്ന് ഉയർത്തി നോക്കിക്കൊണ്ട് പരിഭ്രമത്തോടെ പറഞ്ഞു. നിന്റെ അധിക പ്രസംഗമൊന്നും എന്നോട് വേണ്ട. നിന്നെ ഇവിടെ കൊണ്ടുപോകാൻ നിർത്തിയിട്ടില്ലേ ഒരുത്തൻ, അവനോട് മതി. എലിയാച്ചാന്ന ആവ് ഞാനിങ്ങ് പിഴുതെടുക്കും, പറഞ്ഞേക്കാം. അവിടെ ഒരു ധാത്രിയേച്ചി, ആ അസുരഗണത്തിന്റെ പേര് പോലും ഈ തറവാട്ടിൽ കേട്ടുപോകരുത്. അവൾക്ക് മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ഉറഞ്ഞു തുള്ളി അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ കുഞ്ഞിനെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കെ മൂടി നിന്നു. വന്ന് നീർക്കോലി വരെ ശീൽക്കാരൻ പുറപ്പിടിക്കാൻ തുടങ്ങി. അവളെ നോക്കി അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു. അത് കണ്ടത് അവൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു. ഇങ്ങനെയാണ് എന്നെ അധികകാലം കാണില്ലാട്ടോ കുഞ്ഞിത്തുമ്പി. അവൾ തന്റെ മുഖത്ത് കുഞ്ഞി കൈകൾ വെച്ച് പിച്ചുന്ന കുഞ്ഞിനെ നോക്കി പരിഭവത്തോടെ മൊഴിഞ്ഞു. നാലിന്റെ കുഞ്ഞി, നീ കൃത്യ സ്ഥലത്താ വന്ന് പെട്ടിരിക്കണ്. ഇവിടെ നിനക്കും ഒരു സ്ഥാനില്ല, നിക്കും ഒരു സ്ഥാനില്ല. നമ്മൾ രണ്ട് അഭയാർത്ഥികള്. ഒരു കാലം വരെ ഈ വലിയ ഇല്ലത്തി തിൽക്കണ്ണി പോലെ പറ്റിപ്പിടിച്ച് നിൽക്കേണ്ടി വരും. തമ്പുരാൻ കുഞ്ഞ് നിന്നെ എന്തിനാ അവറ്റകൾക്കിടയിലേക്ക് കൊണ്ടുവന്നെന്നാ ഞാൻ ആലോചിക്കണേ. ഇതിലും ഭേദം നിന്നെ വല്ല അനാഥബന്ധത്തിൽ നിർത്തുന്നതായിരുന്നു. ഇവിടെയുള്ള ചില വിഷസർപ്പങ്ങളൊക്കെ നിന്നെ ചുറ്റിവരിയാൻ കാത്തു നിൽക്കുക. അവൾ അവിടെയുള്ളവരുടെ ഓർമ്മയിൽ കുഞ്ഞിനോടായി അടക്കം പറഞ്ഞു. കുഞ്ഞ് അവളെ നോക്കി ഒരു പാൽപുഞ്ചിരി പൊഴിച്ചു. എന്ത് പറഞ്ഞാലും ഈ ചിരി, എന്ത് പറഞ്ഞാലും ഈ ചിരി. ഞാൻ ആരോടെ ഈ പറയണല്ലേ? അവൾ കുഞ്ഞിനെ നോക്കി ചിരിയോടെ തിരക്കി. രണ്ടാസ്തിത്തറയിലും വിളക്കൊളുത്തിക്കൊണ്ട് അവൾ നിർവികാരിയായി അവയെ നോക്കി നിന്നു. ഉള്ളിലൊരു കടൽ തന്നെ ഇരുമ്പുന്നുണ്ട്. പക്ഷെ അതിന്റെ ശബ്ദതരംഗങ്ങൾ പുറത്തേക്ക് കേൾക്കുന്നില്ലെന്ന് മാത്രം. മനസ്സ് വെന്ത് നീറുമ്പോഴും ആ നീറ്റിലിനെ തനിക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ശക്തിയാക്കി മാറ്റിക്കൊണ്ടിരുന്നവൾ. ഈ ഭൂമിയിൽ നിന്ന് തനിക്ക് സ്വന്തമായിരുന്നവർ ആരും തന്നെ അവശേഷിക്കുന്നില്ല. ആരും, ഒന്നൊഴികെ താൻ അറിഞ്ഞിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, എന്നാൽ അറിഞ്ഞപ്പോൾ തനിക്ക് ഏറെ പ്രിയം തോന്നിയ ഒന്നൊഴികെ ബാക്കിയെല്ലാം ഇന്ന് മണ്ണിനോട് ചേർന്നിരിക്കുന്നു. ഈയുള്ളവൾക്ക് മുന്നോട്ട് ജീവിക്കാൻ ദൈവം കാത്തു സൂക്ഷിച്ച നിധി. അതിനെ തേടിയുള്ളതാണ് ഇനിയുള്ള തൻ്റെ ജീവിതയാത്ര. കൂടെ ഉണ്ടാവണം. എത്ര ദൂരം ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു നീങ്ങാൻ എന്നെ കൊണ്ട് കഴിയുന്നറിയില്ല. എനിക്ക് തളരുന്നിടത്തെല്ലാം നിങ്ങൾ ഇരുവരും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നു ആ ചേർത്ത് പിടിക്കല. ഇനി മുന്നോട്ട് നടക്കാൻ വയ്യെന്ന് തോന്നിയ എന്നെ കൂടി ആ മാറോട് ചേർത്തേക്കണം. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളൊന്ന് കലങ്ങി. ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാതെ പോകുമായിരുന്ന ഒന്നിലേക്കാണ് എൻ്റെ യാത്ര. ഞാൻ തിരിച്ചു വരും, പക്ഷേ ഒറ്റക്കായിരിക്കില്ലെന്ന് മാത്രം. അവൾ ആ അസ്ഥിത്തറകളിലേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു. മോളെ പോയി. ആ വിളി കാതിലേക്ക് വധിച്ചും അവൾ തിരിഞ്ഞു നോക്കി. ഒടുവിൽ നീ പോവാൻ തന്നെ തീരുമാനിച്ചില്ലേ കുട്ടി? ആ വൃദ്ധൻ കയ്യിലെ കാലം കൂടെ തറയിൽ കുത്തിക്കൊണ്ട് അവൾക്കരിയിലേക്ക് ചുവടുകൾ വെച്ചു. പോവണം മാഷച്ച. വിധി എനിക്ക് വേണ്ടി കാത്തു വെച്ചതാണെങ്കിൽ അതിന് എന്ത് വിലയെടുത്ത് എനിക്ക് സ്വന്താക്കണം. അവളെ ആളുടെ കണ്ണുകളിലേക്ക് നോക്കി ദൃഢതയോടെ പറഞ്ഞു. സൂക്ഷിക്കണം. ഒരു പറ്റം വിഷജന്തുക്കൾക്കിടയിലേക്കാ കുട്ടി നീ പോണത്. കുപ്രസിദ്ധി ഒരുപാട് ആർജിച്ച നാരായണമംഗലത്തേക്കാ നിന്റെ ഈ യാത്ര. നീ ആരാണെന്നറിയുന്ന നിമിഷം മുതൽ ചിലപ്പോൾ ഈ നാട് മുഴുവൻ നിന്നെ വേട്ടയാടിയെന്ന് വരും. അവയെല്ലാം നേരിട്ടുകൊണ്ട് നിനക്ക് അർഹതപ്പെട്ടതിനെ നേടിയെടുക്കാൻ കഴിയെങ്കിൽ മാത്രം മതി നിന്റെ ഈ യാത്ര. ഇല്ലാച്ചാ ഇവിടെ വെച്ച് നിർത്തായത്. അയാൾ അവളെ നോക്കി പറഞ്ഞു. ഞാൻ പോകുന്നത് എനിക്ക് സ്വന്തമായതിനെ സ്വന്താക്കാൻ വേണ്ടിയല്ലേ മാഷച്ച, അല്ലാതെ അവിടെ ഉള്ളവരായിട്ട് യുദ്ധത്തിനല്ല. അതുകൊണ്ട് തന്നെ നാരായണമംഗലത്തേക്കുള്ള എൻ്റെ യാത്ര സമ്മാനിക്കുന്നത് എന്ത് തന്നെയാലും അത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഒരു നാട് മുഴുവൻ ഇളകാൻ മാത്രം അവരെയൊന്നും എനിക്ക് വേണ്ട. ഈ ഭൂമിയിൽ ഭൂവികാ ദുർഗ എന്ന് എനിക്ക് മാത്രം അവകാശപ്പെട്ടിനെയാണ് എനിക്ക് കാണേണ്ടത്, നേടിയെടുക്കേണ്ടത്. അവളുടെ വാക്കുകളിലെ ചടുലത ആ കൂവളമിഴികളിലും പ്രതിധ്വനിച്ചു. മാഷച്ചനെ അനുഗ്രഹിക്കണം. അവൾ പറഞ്ഞുകൊണ്ട് ആ വൃദ്ധന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. നന്നായി വരും. അയാൾ അവിടെ നെറുകിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങാം. ദാ ഈ താക്കൽ കൊണ്ട് ഞാൻ മാഷച്ചനെ ഏൽപ്പിക്കാം. ഞാൻ തിരികെ വരുന്നവരെ അസ്ഥിത്തറയിൽ മുടങ്ങാതെ വിളക്ക് വെക്കണം. വെക്കാം. അയാൾ അവൾക്ക് മറുപടി നൽകി. അത് കേട്ടത് ഒരിക്കൽ കൂടി ആ വലിയ മനമുഴുവൻ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് താഴെ വെച്ചിരുന്ന ബാഗും എടുത്ത് അയാളെ നോക്കി തലയാട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞടന്നു. നാരായണമംഗലം അവൾക്ക് കരുതി വെച്ചിരിക്കുന്നതിന് ഇരു കൈകൾ കൊണ്ടും ഏറ്റുവാങ്ങാൻ. ഓ, ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോടോ കുട്ടനായരെ അവന്മാരുടെ മരണപ്പാച്ചില്. കുട്ടനായരുടെ ചായക്കടക്കുമ്പിലെ റോഡിലൂടെ മത്സരിച്ചോടുന്ന രണ്ട് ബസ്സുകളിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ച് കയ്യിലെ ചായ ഒന്ന് മുത്തി കുടിക്കുന്നതിനിടെ വേലായുധൻ കുട്ടനായരോടായി പറഞ്ഞു.
ഇതിനൊരറുതി അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ലടോ. അതിന് രണ്ടിലേതെങ്കിലും ഒന്ന് മനസ്സ് വെക്കണം. അയാൾ കയ്യിലെ ചായ ഗ്ലാസ് മേശയിലേക്ക് കുത്തിവെച്ചുകൊണ്ട് ലോട്ടറിക്കാരൻ നാരായണൻകുട്ടിയോടായി പറഞ്ഞു. ഇങ്ങനെ മരണോട്ടം നടത്തിയിട്ട് വേണം അവർക്ക് ജീവിക്കാനെന്നാ ഞാൻ ആലോചിക്കണേ. പറയുമ്പോൾ രണ്ടും വലിയ ഇല്ലാത്ത സന്താനങ്ങളാ. പക്ഷെ ഒന്ന് കേതുവാണെങ്കിൽ മറ്റേത് രാഹുവാ. അയാൾ പറഞ്ഞുകൊണ്ട് തോളിലിട്ടിരുന്ന് തോർത്തുകൊണ്ട് കയ്യും തുടച്ചതിന് ശേഷം തന്റെ പണിയിലേക്ക് കടന്നു. താൻ അങ്ങനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയണ്ട. നാലപ്പാട്ട് തമ്പുരാൻ കുഞ്ഞി നാടിന് നാട്ടാർക്കും വേണ്ടി എത്രയെത്ര നല്ല കാര്യങ്ങളാ ചെയ്തെന്നിരിക്കുന്നത്. വല്യമ്പ്രാനുള്ള കാലം തൊട്ടേ അത് അങ്ങനെ തന്നെയല്ലേ? നാൽപ്പാട്ട് കാര്യസ്ഥൻ കേശവൻ നായർക്ക് ആ പറഞ്ഞ് ഇഷ്ടപ്പെടാത്തോണ്ട് കുട്ടനായരോടായി പറഞ്ഞു. നാൽപ്പാട്ട പാരമ്പര്യത്തിന്റെ ഗുണമൊന്നും താൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ട കേശവ. എടോ, താൻ അവിടുത്തെ ചോറുണ്ടെന്നുകൊണ്ട് തനിക്ക് അങ്ങോട്ടൊരു ചായ്വ് കാണും എന്ന് വെച്ച് നാൽപ്പാട്ട തമ്പുരാക്കന്മാരെ എല്ലാം തികഞ്ഞവരാണെന്ന് വല്ല വിചാരമൊന്നും എനിക്ക് ഉണ്ടച്ചാ അതങ്ങ് മാറ്റിവെച്ചേക്ക. പറഞ്ഞു വരുമ്പോ ചന്ദ്രമംഗലത്തുള്ളൂരനെയാ നാൽപ്പാട്ടില്ലക്കാരെക്കാൾ ഇപ്പോഴും പാരമ്പര്യവും പ്രൗഢിയും കാത്തു സൂക്ഷിക്കുന്നത്. ബ്രഹ്മദത്തം തിരുമേനിയുടെ അത്ര കൈപ്പുണ്യമുള്ള എത്ര വൈദ്യമാരെ താൻ കണ്ടിട്ടുണ്ട്? താൻ ഈ വലിയ പാരമ്പര്യം പറയുന്ന നാൽപ്പാട്ട് തറവാട്ടിലുള്ളവർ പോലും അക്കാലത്ത് വല്ലതും വന്ന ആദ്യം ഓടിയിരുന്ന ആ തിരുമുറ്റത്തേക്കാ. നീണ്ട 60 വർഷം അദ്ദേഹം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ദേവിയെ സേവിച്ചു പോന്ന്. തന്റെ നാൽപ്പാട്ട് തറവാട്ടിൽ എത്ര തമ്പുരാക്കന്മാർ അനുഷ്ഠിച്ചിട്ടുണ്ടോ ബ്രഹ്മചര്യം? അയാളുടെ ആ ചോദ്യത്തിന് മുമ്പിൽ കേശവൻ നായർക്ക് ഉത്തരം മുട്ടി. അദ്ദേഹത്തിന്റെ മരണശേഷം സഹോദരന്റെ മകനും മഹിക്കുഞ്ഞിന്റെ അച്ഛനുമായ വാമദത്തൻ തിരുമേനി പകരക്കാരനായി വന്നെങ്കിലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ട്. കുട്ടനായർ പറഞ്ഞു നിർത്തി. എന്തു പറഞ്ഞിട്ടെന്താ, അങ്ങേരും ആ പെൺകൊച്ചും ചത്തോടെ എല്ലാം തലകീഴയായില്ലേ? കേശവന്റെ വാക്കുകളിൽ ചന്ദ്രമംഗലത്ത് തറവാട്ടുകാരുള്ള പുച്ഛം മുന്നിട്ട് നിന്നു. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 സേവകരെയല്ലേ ആ തിരുമുമ്പിൽ വെച്ച് കൊടിയേറ്റ ദിവസം തന്നെ കൊന്നു കളിയത്? അതിന്റെ ദേഷ്യം ദേവിക്ക് കാണാണ്ടിരിക്കോ? അതിന്റെ പരിണിത ഫലമായിട്ടാ കൊടിയേറ്റ ദിവസം തന്നെ എന്തെങ്കിലും പ്രശ്നം വന്ന് ഉത്സവം മുടങ്ങുന്നത്. സംഭവം നടന്ന വർഷം എത്രയായിട്ട് അത് ചെയ്തമാരെ പിടികൂടാൻ ആർക്കും കഴിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാ? ശത്രു അത്ര നിസ്സാരക്കാരനല്ലടോ. കുട്ടനായർ തുടർന്നു. ബ്രഹ്മദത്തൻ തിരുമേനിയുടെയും തേതിക്കുഞ്ഞിന്റെയും കാലശേഷം ചന്ദ്രമംഗലത്ത് നടന്ന അനിഷ്ട സംഭവങ്ങൾ ചെറുതാണോ? ഇല്ലം തന്നെ ക്ഷയിച്ചു പോയേക്കാവുന്ന അവസ്ഥ ഒന്നില്ലേ? ചായക്കടക്കുമ്പിലിട്ടിരുന്ന ബെഞ്ചിലിരുന്നിരുന്ന വേലായുധൻ ഭരണിയിലിരുന്ന ഒരു നെല്ലിക്കമിട്ടായി കൈയെത്തിച്ചെടുത്ത് വായിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. അവിടുന്നൊക്കെ പിന്നീട് അവരെ കരകയറി പോകുന്നില്ലടോ. അതൊരു ചെറിയ കാര്യമാണോ? കുട്ടനായർ ചോദിച്ചു. തേതിക്കുഞ്ഞിന് ശേഷം പിന്നീട് ഒരു പെൺകുഞ്ഞില്ലത്തുണ്ടായോ? വാമദത്തൻ തിരുമേനിയുടെയും സുഭദ്ര തമ്പുരാട്ടിയുടെയും പോയതിനു ശേഷം ചെറിയ തമ്പുരാക്കന്മാർ 2 പേരും ഒറ്റക്കായില്ലേ? ഇതെല്ലാം നടന്ന് വർഷം ഇത്രയായിട്ടും ആ മുറ്റത്തൊരു പെണ്ണിന്റെ കാൽപാദം പതിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? അവിടം പെണ്ണുങ്ങൾക്കുള്ളതല്ല. അതിൻ്റെ കാര്യം. ഇല്ലെങ്കിൽ അടുക്കള പണിക്കെങ്കിലും ഒരു പെണ്ണ് വരില്ലേ? എല്ലാവർക്കും ജീവനിൽ ഭയമുണ്ടേ. തേതി കുഞ്ഞിന്റെ ആത്മാവിന് ശാന്തി കിട്ടാത്തടത്തോളം കാലം അതങ്ങനെ തന്നെ ആയിരിക്കും. കാര്യസ്ഥൻ കേശവൻ വായിലെ മുറുക്കാരം നീട്ടി തുപ്പിക്കൊണ്ട് അടുത്തിരുന്ന വേലായുധനോടായി പറഞ്ഞു. എത്രയെത്ര പോലീസുകാരാ ആ സമയത്ത് മാറി മാറി വന്ന് അന്വേഷിച്ച്. എന്നിട്ട് വല്ല തെളിവും കിട്ടിയോ? കിട്ടില്ല. ദേവി ആർക്കും കൊടുക്കാണ്ട് അവരെങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ടെങ്കിൽ അതെന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 പേരല്ലേ അവളുടെ കൺമുമ്പിൽ വെച്ച് ഇല്ലാതാക്കിയത്? അതിന്റെ പക അതിന് അർഹതപ്പെട്ടവരെ കൊണ്ട് അവൾ തന്നെ വീട്ടിക്കോളും. കുട്ടനായർ വറചട്ടിയിൽ നിന്ന് പരിപ്പട കോരി മുന്നിലെ ചില്ലും കൂട്ടിലിട്ടുകൊണ്ട് പറഞ്ഞു. അല്ല, വേറൊരു കൂട്ടം കേട്ടല്ലോ നായരെ. കലാക്ഷേത്രങ്ങളിൽ കുട്ടികളെ പാട്ടു നൃത്തം പഠിപ്പിക്കാൻ പുതിയ മാഷ് വരണു കേട്ടു. ശരിയാണോ? വേലായുധൻ അതിൽ നിന്നൊരു പരിപ്പട എടുത്ത് വായിൽ വെച്ച് കടിച്ചുകൊണ്ട് അയാളോട് തിരക്കി. ഉവ്, അങ്ങനെ പറയുന്നുണ്ട്. സുഭദ്ര തമ്പുരാട്ടി പോയതി പിന്നെ കലാക്ഷേത്രയിലേക്ക് ആരും അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. അല്ല, ഇവിടങ്ങളിൽ അതിന് കഴിവുള്ള വേറെ ആരും ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. ഇതിപ്പോ തിരുവിതാംകൂർ ദേവസ്ഥന്റെ കീഴിൽ വരുന്നതല്ലേ ഇരണ്ടത്തറ ഭഗവതി ക്ഷേത്രവും ഈ കലാക്ഷേത്രവും എല്ലാം. നടത്തിപ്പ് അവകാശം മാത്രമേ ക്ഷേത്ര കമ്മിറ്റിക്കും ഉണ്ടായിരുന്നുള്ളൂ. സുഭദ്ര തമ്പുരാട്ടി പോയി വർഷം ഇത്രയായിട്ടും പുതിയ ആളത് ഏറ്റെടുക്കാൻ നടത്താൻ തയ്യാറായി വരാതിരുന്നുകൊണ്ട് കലാക്ഷേത്രം പൊളിക്കാൻ തീരുമാനമായപ്പോഴാണ് ക്ഷേത്ര കമ്മിറ്റി പുതിയ ആളെ തെരഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അയാൾ അതുമാത്രം അടക്കി പറഞ്ഞു. എന്താ? പുതിയ മാഷ് വരുന്ന കാര്യമൊന്നും ചന്ദ്രമംഗലത്ത് അറിഞ്ഞിട്ടില്ല. അയാൾ കയ്യിലെ കോരി അടുപ്പിനയിൽ വെച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് വന്ന് അടക്കം പറഞ്ഞു. ആഹാ, അപ്പൊ തന്റെ ചെറിയ തമ്പുരാൻ അടുത്ത പുകളുടെ വകയായല്ലോടോ. കേശവനൊരു പുച്ഛച്ചിരിയോടെ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. താനിങ്ങനെ കളിയാക്കണ്ട. ഇതിനെ ചൊല്ലി ചന്ദ്രമംഗലത്തേക്ക് ഒരുട്ടം ക്ഷേത്ര കമ്മിറ്റിക്കാർ പോയപ്പോ തമ്പുരാൻ കുഞ്ഞ് പറഞ്ഞത്, എന്റെ അമ്മയോളം യോഗ്യത ഉള്ളവർ വരട്ടെ, അപ്പൊ തീരുമാനിക്കാം ഈ കലാക്ഷേത്രം തുറന്നു കൊടുക്കണോ വേണ്ടയോ എന്ന്. അയാൾ അവരനുകരിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് തമ്പുരാൻ കുഞ്ഞ് പറഞ്ഞ ആ വാക്കുകൾ ഒരു കണക്കിന് സത്യല്ലേടോ. അത് നോക്കി നടത്താനും മാത്രം സുഭദ്ര തമ്പുരാട്ടിയോളം യോഗ്യത കൈവരിച്ച എത്ര ആടുകളുണ്ട് ഇവിടെ ഈ നാട്ടിൽ. അപ്പൊ ന്യായം ചെറിയമ്പ്രാന്റെ ഭാഗത്തായതുകൊണ്ട് ആരും ഒരു അക്ഷരം എതിർത്ത് പറയാതെ അന്ന് ആ പടി ഇറങ്ങി. ഇപ്പൊ ഒരു നാളിങ്ങനെ കേവനാണോ? വേലായുധൻ കുട്ടനായരോട് ചോദിച്ചുകൊണ്ട് ഉടുത്തിരുന്ന ഒറ്റ മുണ്ടൊന്ന് മുറുക്കിയെടുത്ത് എഴുന്നേറ്റ് നിന്നു. അങ്ങനെയാണ് ഞാൻ കേട്ടത്.
കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചിറങ്ങിയ ആളാത്രേ. അപ്പൊ പിന്നെ ക്യാമറ ആവാണ്ടിരിക്കാൻ വഴിയില്ലാലോ. കുട്ടൻ നായർ അയാൾക്ക് മറുപടി നൽകിക്കൊണ്ട് തോളിൽ കിടന്ന് തോർത്തെടുത്ത് തലയിൽ ചുറ്റി. വരുമ്പോ അറിയാം ഏത് ജാതിയാന്ന്. ഈ വിവരം തന്നെ തമ്പ്രാൻകുഞ്ഞ് അറിഞ്ഞാ പിന്നെ വരുന്നവൻ എത്ര വലിയ കൊലക്കൊമ്പനാണെങ്കിലും ആള് ജീവനും കൊണ്ടാടാ അധിക നേരം വേണ്ട. ഇതിനു മുന്നേ വരുന്നവർക്കൊക്കെ അതായിരുന്നല്ലോ അനുഭവം. കേശവൻ താഴെ വെച്ചിരുന്ന സഞ്ചിയെടുത്ത് ആ പീടികയുടെ പടികളിറങ്ങിക്കൊണ്ട് പറഞ്ഞു. ചൂടോടെ വിവരം നാലപ്പാട്ട് വിളമ്പാനുള്ള പോക്കാത്. വേലായുധൻ നടന്നകലുന്ന കേശവനെ നോക്കി കുട്ടൻ നായരോടായി അടക്കം പറഞ്ഞു. വരുന്നവൻ ആരായാലും ഇതിങ്ങോട്ടൊക്കെ അടി കിടന്ന് നട്ടം തിരിയാനായിരിക്കും അയാളുടെ വിധി. കുട്ടൻ നായർ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് തന്റെ പണിയിലേക്ക് തിരിഞ്ഞു. ട്രെയിനിൽ നിന്നിറങ്ങിയവളുടെ കണ്ണുകൾ ചുറ്റിനുമൊന്ന് കറങ്ങി നിന്നു. ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആയതിനാൽ തന്നെ തിരക്കും ഭാഗങ്ങളൊന്നും ഇല്ലാതെ ശാന്തമായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. കയ്യിൽ അത്യാവശ്യം വലിയൊരു ബാഗും പിടിച്ച് നിൽക്കുന്നവളെ കണ്ടതും കൂലിക്കാരിലൊരു വലിച്ചുകൊണ്ടിരുന്ന ബീഡിക്കുറ്റി താഴെയിട്ട് ചവിട്ടി അരച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ധൃതിയിൽ ചെന്ന ശേഷം ചോദിക്കാതെ തന്നെ ആ വലിയ ബാഗ് എടുത്തുകൊണ്ട് അയാൾ മുന്നേ നടന്നു. അയാളുടെ ആ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ആദ്യം ഒന്ന് പതിരെങ്കിലും അവളെ അയാൾക്ക് പിറകെ തന്നെ വെച്ച് പിടിച്ചു. കുറച്ചു നേരം മുന്നോട്ട് ചെന്നും ടാക്സി സ്റ്റാൻഡിലെ മുൻനിരയിൽ കിടന്ന വാഹനത്തിന്റെ ഡിക്കിലേക്ക് തന്നെ ആ വലിയ ബാഗ് അയാൾ കയറ്റി വെച്ചതിന് ശേഷം അവൾക്ക് മുമ്പിൽ നിന്ന് കൂലിക്കായി കൈ നീട്ടി. അവളെ അയാൾക്ക് 30 രൂപ കൂലിയായി നൽകിയ ശേഷം വണ്ടിയിലേക്ക് കയറിയിരുന്നു. എങ്ങോട്ടാ? ടാക്സി ഡ്രൈവർ അകത്തേക്ക് കയറിയുന്നോണ്ട് തിരക്കി. ഈ നാരായണമംഗലം? അവളെ അയാളോട് ചോദിച്ചു. പോവാം, പക്ഷെ കൂലി അല്പം കൂട്ടി തരേണ്ടി വരും. എന്താ സമ്മതാണോ? എത്രയാവും? 800 രൂപ തരേണ്ടി വരും. 800? അവൾ വിശ്വാസം വരാ ചോദിച്ചു. അതെ, സമ്മതാണെങ്കിൽ വണ്ടി എടുക്കാം. അയാൾ മറ്റൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ വേഗം പറഞ്ഞു. ഞാൻ അങ്ങോട്ടുള്ള ബസ് സീറ്റിനടുത്ത് ഇറക്കിയാൽ മതി. എന്നാ പിന്നെ സ്റ്റാൻഡിൽ ഇറക്കാം, അതാവുമ്പോ ഇരുന്ന് പോവാം. എന്തേ? മതി. ആൾ മറുപടി പറഞ്ഞു. വണ്ടി മുന്നോട്ട് നീങ്ങി. ചെറുക്കനങ്ങ് കത്തി കയറുവാണല്ലോടോ പെരുങ്ങോടാ. മുന്നിൽ ഇറങ്ങിയേറിക്കൊണ്ടിരിക്കുന്ന കളരിപ്പയറ്റ് ആസ്വദിച്ചുകൊണ്ട് നാൽപ്പാട്ടക്കാരനവറായ ശിവശങ്കരൻ നമ്പി കളരി ആശാനായ പെരിങ്ങോടനോട് പറഞ്ഞു. ഈ പ്രാവശ്യം ജയിച്ചടങ്ങുന്ന വാശിയില തമ്പുരാൻകുഞ്ഞ്, അതിന്റെ മാറ്റം കാണാനുമുണ്ട്. അയാൾ മുന്നിൽ തികഞ്ഞൊരു അഭ്യാസിയെ പോലെ എതിരാളിയുടെ നേർക്ക് പാഞ്ഞെടുക്കുന്നവന്റെ കണ്ണിലെ കൂർമ്മത വേണ്ടുവോളം ആസ്വദിച്ചുകൊണ്ട് ശിവശങ്കരനോട് പറഞ്ഞു. ഈ പ്രാവശ്യം ജയിച്ചില്ലാച്ചാ തലയിലൂടെ മുണ്ടിട്ട് അടക്കം എല്ലാവർക്കും. അയാളുടെ അടുത്ത് കുടയും പിടിച്ചിരുന്ന കാര്യസ്ഥൻ കേശവന് നേർക്ക് മുറുക്കാൻ ചുരുട്ടിനായി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അയാൾ വേഗം ഒരു വെറ്റിലെടുത്ത് അതിന്റെ വാലിനറ്റം വരുന്ന ഭാഗം അല്പം നുള്ളിക്കളഞ്ഞ ശേഷം അതിലേക്ക് ചുണ്ണാമ്പ് തേച്ച് പുകയിലയും അടക്കയും വെച്ച് ചുരുട്ടി മടക്കിക്കൊണ്ട് അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഓരോ ചൂടുകളും സൂക്ഷ്മതയോടെ വെച്ച് ഓരോ അടവുകളും കൃത്യസമയത്ത് പയറ്റി മെയ് വഴക്കത്തോടെ എതിരാളിയെ എതിർത്തവൻ മുന്നേറിക്കൊണ്ടിരുന്നു. അവന്റെ വേഗതക്കനുസരിച്ച് ചൂടുകൾ വെക്കാൻ എതിരാളി നന്നേ ബുദ്ധിമുട്ടി. വിയർത്തൊട്ടി അവന്റെ ബലിഷ്ഠമാർന്ന ശരീരത്തിൽ പേശികളുടെ ചലനം എടുത്ത് കാണപ്പെട്ടു. മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചൂടുകൾക്കനുസരിച്ച് അവന്റെ വാൾമുനി അതിവേഗത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു. അവനോട് കിടപിടിക്കാൻ എതിരാളി നന്നായി തന്നെ ബുദ്ധിമുട്ടിയ നിമിഷങ്ങളായിരുന്നു അത്. ഒരവസരം പോലും വെറുതെ പാഴാക്കി കളയാതെ തനിക്ക് ചെറുത്ത് നിൽക്കാനുള്ള സമയം പോലും അനുവദിക്കാതെ ചടുലതയോടുകൂടി വാൾ വീശുന്നതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാതായ നിമിഷം അയാളുടെ കയ്യിൽ നിന്ന് വാൾ തട്ടിമാറ്റപ്പെട്ടു. അതേ നിമിഷം തന്നെ കഴുത്തിലായി തൊട്ടില്ലെന്ന പോലെ വന്നിരിക്കുന്ന വാൾമുനയെ നോക്കി അയാളൊന്ന് ഉമിനീരിറക്കിക്കൊണ്ട് തനിക്ക് നേരെ ചൂണ്ടിയവനെ കണ്ണുകൾ ഉയർത്തി നോക്കി. അവൻ അയാളെ നോക്കി ഒന്ന് ചുണ്ടുകൂട്ടി ചിരിച്ചു. ബാലേബേഷ്! നിർത്താതെയുള്ള കൈയടിക്കപ്പോൾ ഉയർന്നുകേട്ട വാക്കുകളാണ് അവനെ അയാളിൽ നിന്നും പിന്തിരിപ്പിച്ച്. അസലായിരിക്കണോ? ശങ്കരൻ തമ്പി അവനരിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അവൻ അദ്ദേഹത്തിന്റെ കാൽ വീണ് അനുഗ്രഹം വാങ്ങി. വിജയീ ഭവ. അയാൾ അവനെ നെറുകിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നാൽപ്പാട്ട് തറവാട്ടുകാരുടെ ശിരസിനി ഒരു അങ്കത്തട്ടിലും താഴാതെ കാക്കാൻ നിന്റെ ഈ ചടുലത നിറഞ്ഞ ചുവടുകൾ തന്നെ ധാരാളം. അയാൾ അവന്റെ തോളിൽ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് തന്റെ കൊച്ചുമകന്റെ കഴിവിനാൽ ഉള്ളിലെടുത്ത ഗർവ് ഒട്ടും കുറയാതെ പറഞ്ഞു. അവനിൽ അതൊരു പുഞ്ചിരി വിരിയിച്ചു. ഇപ്രാവശ്യം നമ്മൾ തന്നെ വിജയിക്കും മുത്തശ്ശ, ഇതെന്റെ വാശിയാ. അവൻ അയാളോട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഇനിയിപ്പോ മതിയാക്കാം, സമയത്രായില്ലേ? പെരിങ്ങോടൻ തന്റെ ശിഷ്യനെ നോക്കി പറഞ്ഞു. കേശവാ! അയാൾ വിളിച്ചു. കേശവൻ അയാൾക്കടുത്തേക്ക് നിന്ന് വണങ്ങി നിന്നു. ഇയാൾക്ക് എന്താന്ന് വെച്ചാ ചെയ്തു കൊടുക്കുക. അയാൾ അവിടെ നിന്ന് പെരിങ്ങാണ്ട ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഓവ് ചെയ്യാം, അയാൾ മറുപടി നൽകി. അതിനൊന്ന് മൂളിക്കൊണ്ട് അയാൾ അവിടെ നടന്നു നീങ്ങി. ഇന്ദ്രകുഞ്ഞെ! അയാൾ പോയതും കേശവൻ നായർ അവനെ വിളിച്ചു. അവൻ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. കലാക്ഷേത്രയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പുതിയ മാഷ് വരുന്നുണ്ട് അത്രേ. കവലയിൽ ചായക്കട നടത്തുന്ന കുട്ടനായർ പറഞ്ഞ. അതിനെന്താണോ, വരട്ടെ, കുട്ടികൾക്കതൊരു ഉപകാരമാവും. അവൻ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ വിഷയം അതല്ല. പിന്നെ? അവൻ നമസ്കാരം പൂർത്തിയായിക്കൊണ്ട് അയാളോട് ചോദിച്ചു. വിവരം ചന്ദ്രമംഗലത്ത് അറിഞ്ഞിട്ടില്ല എന്നാ പറയണത്. അയാൾ അവനൊന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് തഞ്ചത്തിൽ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അപ്പൊ ചന്ദ്രമംഗലത്തെ ചിന്നത്തമ്പ്രാന്റെ വക ഒരു അംഗം കാണാനോടോ?
അവൻ അരയിൽ കെട്ടിയിരുന്ന ചുവന്ന കച്ചയഴിച്ചു മാറ്റി ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു, അത് പിന്നെ ഉറപ്പല്ലേ. വലുതെന്തെങ്കിലും വേണോ ചന്ദ്രമംഗലത്തെ കുഞ്ഞിത്തമ്പുരാൻ അനിഷ്ടം പ്രകടിപ്പിക്കാൻ? അയാൾ അവൻ താൻ പറയുന്നതിന് ചെവിയെടുക്കുന്നതെന്ന ഉത്സാഹത്തോടെ അവന് പുറകെ നടന്നുകൊണ്ട് തുടർന്നു. തമ്പുരാൻ കുഞ്ഞൊന്ന് ഇടപെട്ട എല്ലാം ശരിയാവുന്ന എല്ലാരും പറയുന്നു. അയാൾ തന്റെ വക്രബുദ്ധി അവന് നേരെ ചലിപ്പിച്ച് തലയുറിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്ന് ആര് പറഞ്ഞു? അവനെ ആൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അയാൾ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. അതങ്ങനെയാണല്ലോ കുഞ്ഞേ. ഇവിടെ തമ്പുരാൻ കുഞ്ഞിനെ മാത്രല്ലേ അവനൊരു ഭയമുള്ളൂ. അവന്റെ ആ ഭാവം കാണെ അയാളൊന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. കേശവൻ നായർ ഇത് ആരുടെ കാര്യം പറയുന്നത്? അവനെ അയാൾ തന്നെ നോട്ടമുറപ്പിച്ച് കൈകെട്ടിന്നുകൊണ്ട് തിരക്കി. അത് മംഗലത്തെ തമ്പുരാൻ കുഞ്ഞ്. ചന്ദ്രമംഗലത്തെ ഒരു തമ്പുരാൻ കുഞ്ഞിനും ഈ നിൽക്കുന്ന എന്നെ എന്നല്ല ഒരുത്തനെയും ഭയമില്ല. പിന്നെ അവനെ നിയന്ത്രിക്കാൻ നാൽപ്പാട്ട് ലക്ഷ്മണ ജിതേന്ദ്രൻ വിചാരിച്ചാൽ നടക്കുമെന്നത് അതൊക്കെ തന്റെ വെറും തോന്നല. ഞാൻ അവനെ എതിർത്ത് നിൽക്കാറുണ്ട്. എന്ന് കരുതി ഞങ്ങൾ തമ്മിലുള്ള പോരാട്ടം അതൊരു കയ്യാങ്കളിൽ ഇതുവരെ കലാശിച്ചിട്ടില്ല. പല കാര്യങ്ങളിലും വിഭിന്ന ചിന്താഗതിയുള്ളവരാ ഞങ്ങൾ. എന്നിട്ട് കൂടി നാളിതുവരെയായിട്ട് അതൊരു കലഹത്തിലേക്ക് വഴിതെളിയിച്ചിട്ടില്ല. പരസ്പരം ഒരുപാട് വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഒരൊറ്റ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാ. നാൽപ്പാട്ട് ലക്ഷ്മണ ജിതേന്ദ്രൻ എന്ന എനിക്ക് ഒത്ത എതിരാളി ചന്ദ്രമംഗലത്തെ മഹേശ്വര മേഘനാഥനായതുകൊണ്ട് അതുകൊണ്ട് മാത്രമാ അവന് ഞാൻ എതിർത്ത് നിൽക്കുന്നത്. അല്ലാതെ ഇവിടെയുള്ള തന്നെ മറ്റ് തമ്പ്രാക്കന്മാരെ പോലെ ചന്ദ്രമംഗലത്തുകാരുള്ള കുശുമ്പും കുന്നായ്മ മനസ്സിൽ സൂക്ഷിച്ച് ഈ ആയുസ് മുഴുവനും പടപൊരുത്താൻ ഈ ഇന്ദ്രനെ കിട്ടില്ല. അവനെ ആൾക്ക് നേരെ ശബ്ദമുയർത്തിയതും അയാൾ നന്നേ വിയർത്തുപോയിരുന്നു. കേശവൻ നായർ നിന്ന കാര്യം കഴിഞ്ഞല്ലോ, എങ്കിലിനി പോവാം. അവൻ കൈകൾ പുറകിലേക്ക് കെട്ടിക്കൊണ്ട് പറഞ്ഞു അതേ ഗൗരവത്തിൽ. ശരി കുഞ്ഞേ. അയാളൊന്ന് പരിങ്ങിക്കൊണ്ട് അവിടുന്ന് തിരികെ പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.